മക്കളെ, ഞാൻ കാവ്യ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഗാൽവാനിക് സെല്ലൊക്കെ കണ്ടു. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കി, അതെങ്ങനെയാണ് റിയാക്റ്റീവ് സീരീസിനെ കുറിച്ച് അറിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ആനോഡ് കാഥോഡ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അവിടെ വരെ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഭാഗം നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽസിനെ കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചും അതിൽ നടക്കുന്ന റിയാക്ഷൻസിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ സെഷനിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാ? ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഗാൽവാനിക് സെല്ലിൽ തന്നെ ഒരു എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്. അതാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തായിരുന്നു? ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ റിയാക്ഷൻസ് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നതാണ് ഗാൽവാനിക് സെല്ല്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നേരെ തിരിച്ചാണ്. അതായത് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നത്, അതായത് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജീസ്. അതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാര്യം അറിഞ്ഞായിരുന്നു, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് എന്തൊക്കെ പാർട്സ് ആയിരിക്കും? ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാകും, അതുപോലെ തന്നെ ഇലക്ട്രോഡ്സും ഉണ്ടാകും. ഓക്കെ, അങ്ങനെ രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മുടെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് വരുന്നത്. അപ്പോൾ ഗാൽവാനിക് സെല്ലിലുള്ള പോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിലും നമുക്ക് രണ്ട് ഇലക്ട്രോഡ്സും വേണം, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റും വേണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രോൺസ് ഡിപ്പ് ചെയ്ത് വെക്കുന്ന ആ സൊല്യൂഷനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡെഫിനിഷനാണ്, ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ കണ്ടായിരുന്നു സോളിഡിനകത്ത് എങ്ങനെയാണ് മോളിക്യുലർ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ലിക്വിഡിനകത്ത് എങ്ങനെയാണ്, ഗേഷ്യസിൽ എങ്ങനെയാണ്, ഇത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ സോളിഡിനകത്ത് എങ്ങനെയായിരുന്നു അറേഞ്ച്മെൻറ്റ്? അതായത് സോളിഡിനകത്ത് മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ വളരെ കൺജസ്റ്റഡ് സ്റ്റേറ്റിലായിരിക്കും, അതായത് തിക്ലി പാക്ഡ് ആയിട്ടായിരിക്കും. അവർക്കൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അവരൊരു വൈബ്രേറ്റിംഗ് മോഡിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ലിക്വിഡിലേക്ക് വരുമ്പോഴാണ് അവർക്കൊന്നും മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴുകി നടക്കാൻ പറ്റും. ഗ്യാസസ് ആകുമ്പോൾ അവർക്ക് അട്രാക്ഷനേ ഇല്ല, അവർക്ക് ഒരു പരിധിയില്ല, ലിമിറ്റേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ പോകാം. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റിൽ ഒരിക്കലും അയോൺസ് തമ്മിൽ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫ്ലോ ഓഫ് അയോൺസ് ആണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളിഡ്സിൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോൾട്ടൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം ഉരുകിയ അവസ്ഥേനെയാണ് നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ, ഈ രണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇലക്ട്രോലൈറ്റ്സ് കാണുക. കാരണം സോളിഡ് സ്റ്റേറ്റിൽ ഒരിക്കലും അയോൺസ് തമ്മിൽ പാസ്സാവില്ല, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സ്റ്റേറ്റിലോ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ വിളിച്ച പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇനി ഇലക്ട്രോലൈസിസ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഇലക്ട്രോലൈസിസ്? അതൊന്നുമല്ല, ഇലക്ട്രോലൈസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇലക്ട്രോലൈറ്റ് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ചസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ഇറ്റ്. അതായത് നമ്മൾ ഈ മുമ്പ് പറഞ്ഞ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അതിനകത്ത് കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ വിളിച്ച പേരാണ് ഇലക്ട്രോലൈസിസ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, രണ്ടും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതൊന്ന് സിമ്പിളായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും ഒരു ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് ഗാൽവാനിക് സെല്ലാവട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലാവട്ടെ, നമ്മളൊരു ഫിഗർ വരച്ചിട്ട് അത് ഇക്വേഷൻസ് ഒക്കെ കൊടുത്ത് എഴുതുമ്പോഴാണ് അതിനാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പം അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഫിഗർ വരച്ചു തരാം. അതായത് ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ബീക്കർ എടുക്കുക. ആ ബീക്കറിൽ നമ്മളുടെ ഇലക്ട്രോലൈറ്റ്
ഫില്ല് ചെയ്യുക, ഇലക്ട്രോലൈറ്റും കൊണ്ട് ആ ബീക്കർ ഫില്ല് ചെയ്യുക. പിന്നെ ഗാൽവാനിക് സെല്ലിലുള്ള പോലെ രണ്ടാമത്തെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ പാർട്ടാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഇലക്ട്രോഡ്സ് എടുക്കുക. ഈ ഇലക്ട്രോഡ്സ് ഒരു കോപ്പർ വയറായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഒരു ബാറ്ററി ഉണ്ടാവും, അതിങ്ങനെ എടുക്കും. ഇതാണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ. ഇവിടെ നോക്കൂ, ഒരു ബീക്കറിനകത്ത് ഗാൽവാനിക് സെല്ല് വലിച്ചപ്പോൾ നമ്മൾ 2 ബീക്കറിനകത്താണ് വലിച്ചത്. ഇവിടെ ഒരു ബീക്കറുള്ളൂ ആൻഡ് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, 2 ഇലക്ട്രോഡ്സും ഉണ്ടാവും. ആൻഡ് ഇവിടെ നമ്മൾ ബാറ്ററി വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ പ്ലസ് ആയിരിക്കും, പ്ലസ് ചാർജ് ആയിരിക്കും. ആൻഡ് ബാറ്ററിയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ലൈൻ നെഗറ്റീവ് ചാർജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയും ഏതൊക്കെയാണ് ആ 2 ഇലക്ട്രോഡ്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് സെഷനിൽ പറഞ്ഞായിരുന്നു. 2 ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഡ് ആനോഡും ആയിരിക്കും, ഒരു ഇലക്ട്രോഡ് വരുന്നത് കാഥോഡും ആയിരിക്കും. ഇവിടെ അങ്ങനെയാണ്, ഒരു ഇലക്ട്രോഡ് ആനോഡുമാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരു കാഥോഡുമാണ് അടുത്ത ഇലക്ട്രോഡ്. ഞാനൊരു ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു. ആനോഡിൽ എന്തായിരിക്കും നടക്കുന്നത്? ആനോഡിൽ, അതായത് ഏതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും ആനോഡിൽ നടക്കുന്നത് എപ്പോഴും ഓക്സിഡൈസേഷനും കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷനും ആയിരിക്കും. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആനോക്സ് എന്നും റെഡ് കാറ്റ് എന്നും ഓർത്താൽ മതി. അതായത് റിഡക്ഷൻ്റെ റെഡും കാഥോഡിൻ്റെ കാറ്റും, അതുപോലെ തന്നെ ആനോഡിൻ്റെ ആനും ഓക്സിഡൈസേഷൻ്റെ ഓക്സും. ആനോഡിൽ എപ്പോഴും ഓക്സിഡൈസേഷൻ ആയിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ കാഥോഡിൽ നടക്കുന്നത് എപ്പോഴും റിഡക്ഷൻ ആയിരിക്കും. ചുവന്ന പൂച്ചയും ഒരു കാളയും, അത്ര ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോഡ് ഓക്സിഡൈസ്, ഇവിടെ ഒരു വ്യത്യാസം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ലിലായാലും ആനോഡിലായാലും ഈ ഓക്സിഡൈസേഷനും റിഡക്ഷനെയും കാര്യം സെയിം ആണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആനോഡ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും ആനോഡ്. അപ്പോൾ ഇവിടെ ആനോഡിൻ്റെ ചാർജ് എപ്പോഴും ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഗാൽവാനിക് സെല്ലിൽ നേരെ തിരിച്ചാണ്. കൺഫ്യൂസ് ആയി പോകരുത്. അപ്പോൾ അതിന് എളുപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെല്ല് പഠിച്ചു വെച്ചാൽ മതി. ചാർജിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റത്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കേസാണെങ്കിൽ പോസിറ്റീവ് സൈഡിൽ വരുന്നത് എപ്പോഴും ആനോഡാണ്, നെഗറ്റീവ് സൈഡിൽ വരുന്നത് കാഥോഡാണ്. ഓക്സിഡൈസേഷൻ റിഡക്ഷനും രണ്ടിൻ്റെ കാര്യത്തിലും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റ്? അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജൻറ്റ്, അതായത് ഓക്സിഡൈസേഷൻ നടക്കുന്നത് ആരാന്നല്ല ഞാൻ ചോദിച്ചേക്കുന്നത്, ആ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നാണ്. ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പ്രതിനിധി എന്നാണ് പറയുന്നത്, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഇപ്പം ഞാൻ ഒരു സീറ്റിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവാണ്. നിങ്ങൾക്ക് സീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സീറ്റുള്ളൂ, ഒരു കസേരയിൽ ഞാൻ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആ കസേരയിൽ നിന്ന് എണീറ്റ് മാറണം, എന്നാലേ നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയത്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കണ്ടീഷനിലും. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വസ്തുവിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏജൻറ്റ്, ഹെൽപ്പ് ചെയ്യുന്നവൻ. അപ്പോൾ ഇവൻ സ്വയമായിട്ട് അണ്ടർഗോ ചെയ്യുന്നത്, സ്വയമായിട്ട് എന്ത് സ്റ്റേറ്റിലേക്കായിരിക്കും? സ്വയമായിട്ട് അനുഭവപ്പെടുന്ന റിഡക്ഷൻ ആയിരിക്കും. അതായത് അവൻ സ്വയം റിഡക്ഷൻ ആയതുകൊണ്ടാണ്, റെഡ്യൂസ് ആവുന്നതുകൊണ്ടാണ് മറ്റൊരു എലിമെൻറ്റിന് ഓക്സിഡൈസ് ആവാൻ പറ്റിയത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പറാണ്, മറ്റേയാളെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിക്കുന്നവൻ. അപ്പോൾ അവന് സ്വയം അവൻ എന്ത് അവസ്ഥയിലേക്കാണ് പോകുന്നത്? റിഡക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ സ്വയമായിട്ട് അണ്ടർഗോ ചെയ്യുന്നത് റിഡക്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അയാൾ സ്വയമായിട്ട് അണ്ടർഗോ ചെയ്യുന്നത് ഓക്സിഡൈസേഷൻ ആയിരിക്കും. ഇനി ഈ മേളിലത്തെ കേസിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ആരായിരിക്കും ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് ആരായിരിക്കും ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ്? അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണോ സ്വയം റെഡ്യൂസ് ആകുന്നത് അവനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. അപ്പം കാഥോഡാണ് എൻ്റെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സ് എന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് നിങ്ങൾ നോക്കണം, ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ ആനോഡ് സ്വയം നടക്കുന്നത് ഓക്സിഡൈസേഷനാണ്. അപ്പോൾ അയാളാണ് എൻ്റെ റിഡക്ഷൻ ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലിയർ ആണോ? ഒന്നുമില്ല, സ്വയം അതായത് മറ്റൊരു വ്യക്തിനെ ഓക്സിഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവനായിരിക്കും റിഡക്ഷൻ ഏജൻറ്റ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്. മറ്റൊരാളുടെ സ്വയം റെഡ്യൂസ് ആയിട്ട് മറ്റൊരാളെ റിഡക്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവനാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത് ഏതാണെന്ന് നോക്കണം. ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ ഓക്സിഡൈസേഷൻ നടക്കുന്നവനാണോ നോക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം അതിൻ്റെ ഭാഗത്ത് ചില എക്സാംസിന് പോകുമ്പോൾ നമുക്ക് ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏജൻറ്റ് എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓർക്കുക ആ തന്നേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അയാൾക്ക് സ്വന്തമായിട്ട് നടക്കുന്നത് ഓക്സിഡൈസേഷൻ്റെ ഓപ്പോസിറ്റ് റിഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഏജൻറ്റ് എന്നുള്ള വാക്കാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് പോകാം. ഈ പടം നിങ്ങൾ ഓർക്കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പടമാണ്. ഇതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ആമീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ ഒന്നും കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്ന ഇതേ പടം തന്നെയാണ്, റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു ബീക്കറുണ്ട്. അതുപോലെ തന്നെ ആ ബീക്കറിൽ ഞാൻ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. രണ്ട് ഇലക്ട്രോഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ടും ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാനൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എനിക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. ഓക്കെ, ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് NaCl മോൾട്ടൺ സ്റ്റേറ്റിലാണ്. NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഉപ്പില്ലേ, ഉപ്പിനെയാണ് ഈ NaCl. അതായത് നമ്മൾ കുറച്ച് പാത്രത്തിലേക്ക് കുറേ ഉപ്പിട്ടിട്ട് അതിനെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ ആ ഉപ്പ് ഇങ്ങനെ മെൽറ്റായിട്ട് വരും. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഉപ്പ് എടുത്തിട്ട് അതിനെ ചൂടാക്കുക. അപ്പോൾ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക്, ഉപ്പ് മെൽറ്റായിട്ട് അത് ഉരുകി ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരും. അതാണ് നമ്മളുടെ മോൾട്ടൺ NaCl എന്ന് പറയുന്നത്. അതായത് ഉരുക്കിയ ഉപ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനിവിടെ ഇലക്ട്രോലൈറ്റായിട്ട് എടുത്തേക്കണേ. ആൻഡ് രണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ലൈൻ കാണിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ചെറിയ വര ഡിനോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, ഒരു ഇതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് NaClലേക്ക് ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ അവിടെ രണ്ട് അയോൺസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ആവുകയാണ്. ഒന്ന് Na+ഉം അതുപോലെ തന്നെ Cl- എന്ന് പറയുന്ന രണ്ട് ഇലക്ട്രോൺസ്, രണ്ട് അയോൺസ് എനിക്ക് കിട്ടുവാണ്. NaClഉം Cl-ഉം, ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണുമാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ NaClലേക്ക് ഞാൻ ഒരു കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, NaCl നമ്മളിപ്പോൾ നമ്മളുടെ ഇടയിൽ ഭയങ്കര സ്നേഹത്തിലൊരു രണ്ട് പേര് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുനിഷ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അവർ രണ്ടുപേരും കൂടെ വഴക്കാകും. അതുപോലെ തന്നെ ഇവിടെ Naയും Clഉം ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എനിക്കത് ഇത്ര പിടിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിസിറ്റി അങ്ങ് പാസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇട്ട കുനിഷ്ടാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ രണ്ടും കൂടെ ഈ അടിച്ചു പിരിഞ്ഞു. Naയും Clഉം കൂടെ ഭയങ്കര ചങ്കുമായിരുന്നു, രണ്ടെണ്ണം കൂടെ അടിച്ചു പിരിഞ്ഞു. അങ്ങനെ ഒരാൾ Na+ ആയി, വേറൊരാളാണെങ്കിൽ Cl- ആയി. അങ്ങനെ എനിക്ക് രണ്ട് അയോൺസ് ഇവിടെ കിട്ടുവാണ്. ഒന്ന് NaCl, ഒന്ന് Na+ഉം ഒന്ന് Cl-. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ
നമ്മൾ പറഞ്ഞു ആനോഡും കാഥോഡിനെ കുറിച്ചും പറഞ്ഞു. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തതാണ് ആനോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനോഡിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. ഇനി അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്നതാണ് കാഥോഡ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാഥോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ് ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യും, അതുപോലെ തന്നെ അൺലൈറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കിയടാ, ഇതിനകത്ത് വരുമ്പോൾ ആനോഡ് ഏത് ചാർജ് ആയിരിക്കും ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്? ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജുള്ള അയോണാണ് ആനോഡിലേക്ക് അട്രാക്റ്റ് ആവേണ്ടത്. ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് ചാർജുള്ള അയോൺ ഏതാ? ക്ലോറിനാണ്. അപ്പോൾ ആനോഡിലേക്ക് വരുന്നത് ആരായിരിക്കും? ക്ലോറിനായിരിക്കും. അങ്ങനെ എൻ്റെ ക്ലോറിന് ആനോഡിന് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ആനോഡിന് അവിടെ ഇലക്ട്രോൺസ് ഇല്ല, അയോൺസ് ഇല്ല. അപ്പോൾ പാവം സങ്കടം തോന്നി ക്ലോറിൻ വന്നിട്ട് ആനോഡിന് 2 ഇലക്ട്രോൺസ് കൊടുക്കുവാണ്. അങ്ങനെ ചാർജ് കിട്ടുവാണ്. അങ്ങനെ 2Cl- gives Cl2 2 ഇലക്ട്രോൺസ്. അതാണ് നമ്മുടെ ആനോഡിൽ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു നമ്മുടെ ഈ പോസിറ്റീവ് ടെർമിനലിൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്ത് ഈ ഇലക്ട്രോഡിനെയാണ് നമ്മൾ വിളിച്ച നമ്മുടെ ആനോഡ് ഇലക്ട്രോഡ്. അപ്പോൾ ആനോഡ് ഇലക്ട്രോഡിന് ചുറ്റും നമുക്ക് കുറേ ബബിൾസ് കാണാൻ പറ്റും. ഈ ബബിൾസ് വേറൊന്നുമല്ല, ക്ലോറിൻ ഗ്യാസ് ആണ്. ഇനി കാഥോഡിൻ്റെ കേസ് എടുത്ത് നോക്കിക്കേ. കാഥോഡിൻ്റെ കേസിൽ കാഥോഡ് നെഗറ്റീവ് ടെർമിനലിലാണ് കിടക്കുന്നത്. അപ്പോൾ കാഥോഡിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ഓപ്പോസിറ്റ് ചാർജായ സോഡിയമാണ് കാഥോഡിലേക്ക് വന്ന് അട്രാക്റ്റ് ആവുന്നത്. അങ്ങനെ സോഡിയം വന്ന് കാഥോഡിലേക്ക് കയറി അവിടെ സോഡിയം മെറ്റൽ വന്ന് ഡെപ്പോസിറ്റ് ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈസ് ഓഫ് മോൾട്ടൺ NaCl നമ്മൾ കാണുന്ന ഇക്വേഷൻ. ഇതിൽ പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഈ ആനോഡും കാഥോഡും അതിൻ്റെ ചാർജും മറന്നു പോകാതിരിക്കുക. ബാക്കി നടക്കുന്നതൊക്കെ സെയിം ആണ്. ഇവിടെ 2Cl- നടന്ന് അങ്ങോട്ട് Cl2 കിട്ടി. അതായത് നമ്മളുടെ ക്ലോറിന് 2 ചാർജ് കിട്ടി. ഇവിടെ Na ചാർജ് കുറഞ്ഞു. അപ്പോൾ ക്ലോറിൻ്റെ കാര്യത്തിൽ ഇവിടെ നടന്നത് ഓക്സിഡൈസേഷനാണ്. അതുപോലെ തന്നെ കാഥോഡിൻ്റെ കേസിൽ നമുക്ക് നടന്നത് റിഡക്ഷനാണ്. ഇനി ഞാൻ ഈ പറയുന്ന ഉപ്പ്, ഇനി വേറൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ, ആദ്യം ഞാനെടുത്തു സാധാരണ ഉപ്പ് എടുത്തിട്ട് അതിനെ ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് അതിനെ മെൽറ്റാക്കി. ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതേ ഉപ്പിനെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഞാൻ ഇതിനെ അലിയിപ്പിക്കുകയാണ് ആ വെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NaCl സൊല്യൂഷൻ കിട്ടും. അതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. അതായത് NaCl സൊല്യൂഷനിലാണെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്, ആനോഡിലും കാഥോഡിലൊക്കെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ NaCl സൊല്യൂഷനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആനോഡിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബബിൾസും കാണാം. അതുപോലെ തന്നെ കാഥോഡിൻ്റെ ഭാഗത്തും കുറേ ബബിൾസ് കാണാം. അപ്പോൾ ഇതുപോലെ ഇവിടെ 2 പേരെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ കേസിൽ ഞാൻ പറഞ്ഞു 2 ഇക്വേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 2 ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. NaClൻ്റെ കാര്യവും കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തെയും നമുക്കിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ NaCl ഞാൻ പറഞ്ഞു ആദ്യം സ്വാഭാവികമായിട്ടും മുമ്പ് ഉണ്ടായ പോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ NaCl അടിച്ചു പിരിഞ്ഞ് നമുക്ക് Na+ഉം Cl- ആയിട്ട് മാറി. ഇനി ഞാൻ വെള്ളത്തിലേക്ക് കറണ്ട് ഇതുപോലെ പാസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അടിച്ചു പിരിഞ്ഞു, H+ഉം OH- ആയിട്ട് മാറി. ഇനി ഈ H+ന് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അറ്റോമിക് നമ്പറും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഹൈഡ്രജന് 1 ആണ്. അതായത് ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇവിടെ 1 ഇലക്ട്രോൺ ഓൾറെഡി ഹൈഡ്രജൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഹൈഡ്രജൻ്റെ കയ്യിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന 1 ഇലക്ട്രോണും കൂടെ ഹൈഡ്രജന് നഷ്ടമായിരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് H+ എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതായത് കയ്യിലുണ്ടായിരുന്ന ആകെക്കൂടെ ഉള്ള കച്ചിത്തുരുമ്പായിരുന്നു 1 ഇലക്ട്രോൺ, അതും ഇല്ലാതായി.
അതും നഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ ഭയങ്കര അൺസ്റ്റേബിളായിപ്പോയി. അടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കെഞ്ചി അടുത്തുള്ള വാട്ടർ മോളിക്യൂൾസായിട്ട് കൂടിച്ചേർന്ന് ഈ H+ എന്ന് പറയുന്നവൻ H3O+ ആയിട്ട് മാറും. ആരായിട്ട് മാറും? H3O+ ആയിട്ട് മാറും. ഇനി നോക്ക്, NaClൻ്റെ അവിടെ നിന്ന് നമുക്ക് 2 അയോൺസ് കിട്ടി, Na+ഉം Cl-ഉം. H2Oയുടെ കേസിൽ, നമുക്ക് വാട്ടറിൻ്റെ കേസിൽ 2 അയോൺസ് കിട്ടി, H3O+ഉം OH-ഉം. ഇനി നമുക്ക് ഇവർ കൂടാതെ, അതായത് ഈ H3O+ഉം OH-ഉം കൂടാതെ ഇനി ഒരാളും കൂടി ഉണ്ട്, അതായത് എക്സസ് ആയിട്ട് നമ്മൾ വാട്ടറും കൂടെ കൂട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് ആ ഒരു അയോണും കൂടെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു H2O അയോണും കൂടെ, അതായത് വാട്ടറും കൂടെ ഇവിടെ കൺസിഡർ ആവുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള അയോൺസ് എന്ന് പറയുന്നത് Na+ ഉണ്ട്, അതുപോലെ Cl- ഉണ്ട്, പിന്നെ നമുക്ക് H3O+ ഉണ്ട്, OH- ഉണ്ട്, H2Oയും ഉണ്ട്. ഇങ്ങനെ നമുക്ക് 1, 2, 3, 4, 5 അയോൺസാണ് മൊത്തത്തിൽ ഉള്ളത് ഇവിടെ NaCl സൊല്യൂഷൻ്റെ കേസിൽ. ഇനി നമുക്ക് ഈ ഇമേജ് നമുക്ക് ഇത് തന്നെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയാലും ഗാൽവാനിക് സെല്ലായാലും എപ്പോഴും ഇമേജ് വരച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഒന്നുമില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബീക്കർ എടുക്കുക, അതിനകത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റ്, അതായത് NaCl സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ അത് കൂടാതെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാകും. 2 ഇലക്ട്രോഡ് വെച്ചു, ആൻഡ് ആ ഇലക്ട്രോഡിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോപ്പർ വയർ, പിന്നെ നമ്മളൊരു ബാറ്ററിയും കൂടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിൽ 5 അയോൺസ് ഉണ്ട് മൊത്തം. Na+, Cl-, H3O+, OH-, H2O. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് 2 ഇലക്ട്രോഡ് ഉണ്ട്, ആനോഡും അതുപോലെ തന്നെ കാഥോഡും. ഇനി നമ്മൾ എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തതായിരിക്കും ഇലക്ട്രോലൈറ്റിൻ്റെ കേസസിൽ ആനോഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തതായിരിക്കും നമ്മുടെ കാഥോഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇലക്ട്രോഡാണ് നമ്മുടെ ആനോഡും ഈ ഇലക്ട്രോഡാണ് നമ്മുടെ കാഥോഡായിട്ടും വരുന്നത്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ആനോഡിൻ്റെ ചാർജ് ഇവിടെ എത്രയാ? പോസിറ്റീവ് ആയിരിക്കും. കാഥോഡിൻ്റെ ചാർജ് അതുപോലെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇനി ആനോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആനോഡ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓപ്പോസിറ്റ് ചാർജാണ് അട്രാക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അയോൺസിൽ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളത് OH- അതുപോലെ തന്നെ Cl- അപ്പോൾ ക്ലോറിനും OH അയോണിനുമാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാണ് ആനോഡിലേക്ക് അട്രാക്റ്റ് ആവേണ്ടത്. ഇനി ഇവർ തമ്മിൽ ഒരു ഓട്ട മത്സരം നടക്കും. അതായത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ആദ്യം ആര് കയറുന്നു അവരാണ് ഇതിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ക്ലോറിൻ്റെയും OH- കേസുകളിൽ ക്ലോറിനാണ് OH-നേക്കാളും കൂടുതലായിട്ട് ആവശ്യം. അതായത് ഇലക്ട്രോണിന് ആവശ്യം കൊടുക്കണം എന്ന് തോന്നുന്ന കുറച്ചുകൂടെ വിശാല ഹൃദയത ഉള്ളത് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിനായിരിക്കും ആനോഡിൻ്റെ സൈഡിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഈ OH-നെ അല്ല ഇവിടെ കൺസിഡർ ചെയ്യുക, ക്ലോറിനെയാണ്. അപ്പോൾ ക്ലോറിനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആനോഡിൻ്റെ സൈഡിൽ കിട്ടുന്നത് എപ്പോഴും ക്ലോറിൻ ഗ്യാസ് ആയിരിക്കും. ഇനി കാഥോഡിൻ്റെ കേസിൽ ഇവയിൽ 2 പേരിലും ഇവരിൽ 3 പേര് നോക്കുമ്പോൾ H2Oയ്ക്കാണ് കുറച്ചുകൂടെ കാഥോഡിനായിട്ട് അട്രാക്റ്റ് ആവുന്നത്. അപ്പോൾ H2 ആണ് ഇവിടെ പന്തയത്തിൽ ജയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാഥോഡിൻ്റെ കേസിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് താഴത്തേക്ക് ഇറക്കി എഴുതാം. നമ്മളുടെ H2O 2 ഇലക്ട്രോണിനെ കൊടുത്ത് ഇവിടെ നമുക്ക് 2 ഇത് വരും, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാഥോഡിൽ ഉണ്ടാവുന്നത് ക്ലോറിൻ ഗ്യാസും നമ്മുടെ H2Oയിൽ, അതായത് കാഥോഡിൽ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ഗ്യാസും ആനോഡിൽ ഉണ്ടാവുന്ന ക്ലോറിൻ ഗ്യാസുമാണ്. അതാണ് ഈ ഇമേജിനകത്ത് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇമേജ് അത്ര ക്ലിയർ ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇമേജിൽ
നിങ്ങൾക്ക് ബ്ലൂ കളർ ബബിൾസ് കാണിച്ചേക്കുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. അതുണ്ടായിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനലിലാണ്. പോസിറ്റീവ് ടെർമിനലിൽ നമ്മുടെ ആനോഡാണ് കണക്ട് ചെയ്തത്. സോ ആനോഡിൽ നിന്നും വരുന്നത് ക്ലോറിൻ ഗ്യാസും ആയിരിക്കും. അതുപോലെ തന്നെ കാഥോഡിൽ നിന്നും വരുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഞാനത് മായിച്ചിട്ട് ഒന്നോടെ വൃത്തിക്ക് ആ ഇക്വേഷൻ ഒന്നോടെ കൊടുക്കുവാണ്. ഇതിനകത്ത് അതായത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കേസിൽ ആരൊക്കെ ആനോഡിൽ വരുന്ന, ആനോഡിന് എന്ത് ചാർജാന്ന് പറഞ്ഞു? പ്ലസ് ചാർജ്. കാഥോഡിനോ? നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവയിൽ വരുന്ന ആനോഡിൽ വരുന്ന ഇക്വേഷനാണ് ഈ 2Cl മൈനസ് ഗിവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ കാഥോഡിൽ വരുന്ന ഇക്വേഷനാണ് 2H2O പ്ലസ് 2 ഇലക്ട്രോൺസ് ഗിവ്സ് H2O പ്ലസ് OH മൈനസ്. ഇതിനകത്ത് ഈ ക്ലോറിനും ഹൈഡ്രജനും, ഈ ക്ലോറിൻ ഗ്യാസിലാണ് കേട്ടോ, ഇത് ഗ്യാസ് ഫോം ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജനും കാണപ്പെടുന്ന ഗേഷ്യസ് ഫോമിലായിരിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് റെഡ് കളറിൽ കാണിച്ചേക്കണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ റെഡ് കളറിൽ കാണിച്ചേക്കണം ഹൈഡ്രജൻ ഗ്യാസ് എമിറ്റ് ആവുന്നതാണ്. എവിടെ നിന്ന്? കാഥോഡിൻ്റെ സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലൂ ബബിൾസ് കാണിച്ചേക്കുന്ന ക്ലോറിൻ ഗ്യാസ് ആണ്. അത് ആനോഡിൻ്റെ സൈഡിൽ നിന്നും എമിറ്റ് ആകുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതാണ് NaCl. അതായത് നമ്മൾ ആദ്യം 3 ഇക്വേഷൻസ് വേണം. NaCl സ്പ്ലിറ്റ് ആയിട്ട് Na+Cl- എന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് H+OH- എന്ന് വരും. പക്ഷേ H+ ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അടുത്ത് കിടക്കുന്ന വാട്ടറൊക്കെ ആയിട്ട് അത് കൂട്ടിയിടിച്ച് H3O+ എന്നാകും. അങ്ങനെ H+ന് പകരം H3O+ ആണ് നമുക്ക് അയോൺ കിട്ടുന്നത്. അത് കഴിഞ്ഞ് എക്സസ് ആയിട്ട് നമ്മൾ വാട്ടർ നോക്കണ്ട, അതിനെ കൺസിഡർ ചെയ്യണം, അതാണ് H2O. ഇനി ഇവയിൽ ആരാണ് ആനോഡിലേക്ക് അട്രാക്റ്റ് ആവാത്ത ടൈം ഒരാൾക്കാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണ് അട്രാക്റ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡിൻ്റെ കേസിലാണെങ്കിൽ ക്ലോറിനാണ് OHനേക്കാളും കൂടുതലായിട്ട് ടെൻഡൻസി ആനോഡിലേക്ക് പോകാൻ. അപ്പം ആനോഡിലേക്ക് ക്ലോറിൻ വന്ന് കയറും. അതുപോലെ തന്നെ കാഥോഡിൻ്റെ കേസുകളിലാണെങ്കിൽ എക്സസ് വാട്ടറാണ് അട്രാക്റ്റ് ആകുന്നത്. അത് വെച്ചിട്ട് വരുന്ന ഇക്വേഷനാണ്. സോ നമുക്ക് അങ്ങനെ അവസാനം ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസും കിട്ടും, അതുപോലെ തന്നെ കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ NaCl സൊല്യൂഷനിൽ നടക്കുന്ന ഇലക്ട്രോലൈസിസ്. ഇനി ഓക്കെ, അതായത് നമ്മൾ ഗോൾഡ് ജ്വല്ലറീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുറേ ഫാൻസി ഐറ്റംസ് നിങ്ങൾക്ക് 10th ഫെയർവെല്ലൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓണം വെക്കേഷനൊക്കെ വേണ്ടിയിട്ട്, ഓണം സെലിബ്രേഷൻ്റെ ടൈമിലൊക്കെ ഒന്ന് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി നിങ്ങൾ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങും. അതല്ല, ആ ഓർണമെൻറ്റ്സിന് എന്താ ഒരു ചാമുണ്ട്, കുറേ കാലം കഴിയുമ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ആ പോളിഷൊക്കെ പോകും. സോ ബേസിക്കലി അതിൻ്റെ മുകളിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റഡ്. അതിൻ്റെ ഒന്ന് ബാക്കിൽ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇലക്ട്രോ പ്ലേറ്റഡ് ആണ്. അങ്ങനെ നോക്കി എന്താണ് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതിൻ്റെ സെറ്റപ്പ് എന്താണ്? അതായത് നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ വരുവാണ്, അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന ആ ബോക്സിലിട്ടിട്ടായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ അതൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ, ഒരു പേപ്പർ ബാഗിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഗിഫ്റ്റ് ഐറ്റംസ് കിട്ടുന്നത്. നമ്മളത് ഭംഗിയായിട്ട് ഒരു ഗിഫ്റ്റ് പേപ്പറും കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണോ ഗിഫ്റ്റ് വാങ്ങിച്ചത് ആ സാധനം ഒരു ഗിഫ്റ്റ് പേപ്പറും കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഈ ഇലക്ട്രോ പ്ലേറ്റിങ്ങിലും ചെയ്യുന്നത്. അതായത് ഒരു മെറ്റലിൻ്റെ സർഫസിൽ മറ്റൊരു മെറ്റലും കൊണ്ട് ഒരു കവറിങ് കൊടുക്കുന്ന, ഔട്ടർ ലെയറിൽ ഒരു കവറിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ അയോൺ റിങ്ങിലേക്ക് നമ്മൾ കോപ്പറിനെയാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നത്. അതായത് അയോണിൻ്റെ ഒരു റിങ്, ഒരു വള, അതിൻ്റെ മുകളിലേക്ക് കോപ്പറിൻ്റെ ഒരു കവറിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ അയേൺ റിങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോപ്പർ പ്ലേറ്റ്, ഒരു റോഡ്, ഒരു കഷ്ണം കോപ്പർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണക്ട് ചെയ്തേക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് മെറ്റലാണോ കോട്ടിങ് കൊടുക്കേണ്ടത്, ഏത് മെറ്റലാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, മറ്റൊരു മെറ്റലിലേക്ക് കവർ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ഗിഫ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ടെർമിനലായിരിക്കണം, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലായിരിക്കണം. അതായത് ആനോഡായിട്ടായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലായിരിക്കണം അത് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഏതിലേക്കാണോ നിങ്ങൾ കൊടുക്കേണ്ടത്, അതായത് നിങ്ങളുടെ ഗിഫ്റ്റ് സാധനം എന്ന് പറയുന്ന സാധനം ഇവിടെയാണെങ്കിൽ അത് അയേൺ റിംഗ് ആണ്, അത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലായിരിക്കും കൊടുക്കേണ്ടത്.
പിന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ സബ്സ്റ്റൻസ് ഏതിൻ്റെ ലെയറാണോ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ മെറ്റലിൻ്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങൾ ഇലക്ട്രോലൈറ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കോപ്പറിൻ്റെ ലെയറാണ് അയൺ റിങ്ങിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തേക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഗോൾഡ് ആകാം, സിൽവർ ആകാം, ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ സിൽവറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രോലൈറ്റായിട്ട് സിൽവർ നൈട്രേറ്റ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിൽവർ സൈനേറ്റിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഇതിൻ്റെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ലെയറിൻ്റെ സ്യൂട്ടബിൾ സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ബേസിക്കലി എന്താണ് ഇതിനുള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് കോപ്പർ റോഡിൽ നിന്നും റിലീസാകുന്ന കോപ്പർ അയോൺസ്, ഇവിടെ നമ്മൾ കോപ്പറിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, അയൺ കൺസിഡർ ചെയ്യേണ്ട. അതായത് അയണിൻ്റെ കേസ് നമ്മളിവിടെ നോക്കുന്നേയില്ല, ആനോഡിലായാലും കാഥോഡിലായാലും കോപ്പർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോപ്പർ റോഡിൽ നിന്നും കോപ്പറിൻ്റെ അയോൺസ് നിങ്ങൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ റിലീസാകും. ആ അയോൺസ് ഈ ഇലക്ട്രോലൈറ്റിലേക്ക് റിലീസാകിട്ട് ഇതിൻ്റെ മേളിലേക്ക്, അതായത് ഈ പറയുന്ന അയൺ റിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സിൽ നടക്കുന്നത് ഈ പറയുന്ന കോപ്പർ റോഡിൽ നിന്നും കോപ്പർ അയോൺസ് റിലീസായിട്ട് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റിൽ വന്ന് കിടക്കും. അത് കഴിഞ്ഞ് ഈ ഇലക്ട്രോലൈറ്റ് ഈ സൊല്യൂഷനിൽ നിന്നും, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ സൊല്യൂഷനിൽ നിന്നും ഇലക്ട്രോലൈറ്റിൽ നിന്നും ഈ പറയുന്ന കോപ്പർ അയോൺസ് അയോൺ റിങ്ങിൻ്റെ സർഫസ് ലെയറിലേക്ക് ഡെപ്പോസിറ്റ് ആകും. ഇത് വേഗം നടക്കുന്ന ഒരു ഫാസ്റ്റ് റിയാക്ഷനാണ്. സൈമിൾട്ടേനിയസ് ആയിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്. ആനോഡിൽ ഞാൻ പറഞ്ഞു നടക്കുന്നത് ഓക്സിഡൈസേഷനാണ്, ആനോഡ് പ്ലസ്സിലാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് ഓക്സിഡൈസേഷനാണ്. സോ കോപ്പർ മാറി കോപ്പർ 2+ ആയി. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഓക്സിഡൈസേഷനാണ്. അതുപോലെ തന്നെ കാഥോഡ് നെഗറ്റീവാണ്, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷനാണ്. അപ്പോൾ Cu2+ ചാർജ് കുറഞ്ഞ് Cu ചാർജ് ഇല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് വരും, Cu ന്യൂട്രലായിട്ട് വരും. അപ്പോൾ കോപ്പർ സീറോ ചാർജ് നമ്മൾ കാണിക്കില്ല കെമിസ്ട്രിയിൽ, അപ്പോൾ നമ്മൾ Cu എന്ന് മാത്രം എഴുതും. ഈ ഇക്വേഷനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ അതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് വെച്ചിട്ട് വരുന്ന ആദ്യത്തെയാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. പല ടൈപ്പിലുള്ള മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ചിലത് നമ്മൾ ചെയ്യുമ്പോൾ, ചില പ്രൊസീജിയർ ചെയ്യുമ്പോൾ സൈഡ് ഒബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ സൈഡായിട്ട് നമുക്ക് മെറ്റൽസ് തന്നെ നമുക്ക് ബൈ പ്രോഡക്ട്സ് എന്ന് പറയും ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ സോഡിയം നമുക്ക് വേണ്ട ഗോൾഡ് ആയിരിക്കും, പക്ഷേ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ സൈഡിൽ കൂടെ സോഡിയം കൂടെ പ്രൊഡ്യൂസ് ആവും. അങ്ങനെയൊക്കെയുള്ള കേസാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. അതായത് ഈ പറയുന്ന ക്ലോറിൻ, ഹൈഡ്രജൻ ഗ്യാസൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ, അതൊക്കെ ഇതിൽ കൂടെ കിട്ടും. ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും, അതുപോലെ ക്ലോറിൻ ഗ്യാസ് കിട്ടും. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. കാരണം ഇതുകൊണ്ട് വേറെയും പല കെമിക്കൽ ഫാക്ടറീസിൽ പല പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, ഇങ്ങനത്തെ ഗ്യാസുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് ആണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. മൂന്നെന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് കോമ്പൗണ്ട്സ്. അതായത് ഇതുപോലത്തെ പല ഗ്യാസ് വന്ന് അവ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറെ വേറെ കോമ്പൗണ്ട്സുകളൊക്കെ ഉണ്ടാക്കാം. സോഡിയം ക്ലോറൈഡ് അങ്ങനത്തെ, അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡ് അങ്ങനത്തെ തുടങ്ങിയ കോമ്പൗണ്ട്സുകളിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മൾക്ക് തൊട്ട് മുമ്പ് കണ്ട ഇലക്ട്രോപ്ലേറ്റിംഗ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓർണമെൻറ്റ്സ് ഷോപ്പിൽ പോകുമ്പോൾ പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും. ഈ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കണ പോലെയല്ല, അവ എക്കാലത്തും നിലനിൽക്കും. ആൻഡ് കുറച്ച് കോസ്റ്റ്ലിയും കൂടിയായിരിക്കും. ഈ മോളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വഴിയരികത്ത് കിട്ടുമ്പോൾ 30 രൂപയ്ക്ക് കിട്ടുന്ന കമ്മൽ മോളിലൊക്കെ പോയിട്ട് വാങ്ങാൻ നേരത്തെ ചിലപ്പോൾ 150 രൂപ അല്ലെങ്കിൽ 650 രൂപ ഒക്കെ ആയിരിക്കും. അത് ബേസിക്കലി എന്താ, അത് ചിലപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു മെറ്റലിൻ്റെ മേലത്ത് മറ്റൊരു മെറ്റലിൻ്റെ ലെയർ വന്ന് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ അലർജീസ് ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഗോൾഡ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അതായത് കുറച്ച് മുമ്പത്തെ കേസിൽ ഞാൻ പറഞ്ഞു അയേണിൻ്റെ പുറത്ത്
ഇങ്ങനെ നമ്മളൊരു ഗോൾഡിൻ്റെ ലെയർ കൊണ്ട് അല്ലെങ്കിൽ കോപ്പറിൻ്റെ ലെയർ നമ്മൾ കവർ ചെയ്തു എന്ന്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം റസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് നല്ലൊരു അയൺ ബാർ ഇവിടെ വെച്ചു ഞാൻ. എന്നിട്ട് ഇവിടെ കുറച്ച് തുരുമ്പിച്ച അയേണിൻ്റെ ഒരു റിങ്ങോ അല്ലെങ്കിൽ എന്ത് സാധനമോ ഞാനിവിടെ വെച്ചു. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ആ പുറത്തെ ആ ലെയർ, ആ തുരുമ്പിച്ച ലെയർ പോയിട്ട് എനിക്ക് നല്ല അയേൺസ് വന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസും കൂടെ ഇതിൻ്റെ സൈഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന് സ്റ്റാർട്ടിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പിക്ചർ കണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ഒരു കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു. ആ കാറിന് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയിട്ട് പോയതാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലക്ട്രോലൈസിസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ സെല്ലെന്ന് റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ബേസിക്കലി സെല്ലിന് 2 യൂസസ് ആണ്, ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എനർജി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഈ എനർജി പോർട്ടബിൾ ആക്കാനും, അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നത്തേക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്യാരി ചെയ്ത് മാറ്റാനും. ഒന്ന് സ്റ്റോറേജ് ഓഫ് എനർജിയും, 2 ഇങ്ങനെ പോർട്ടബിൾ ചെയ്യാനും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാനുമാണ് എനർജി ഈ സെല്ലിൻ്റെ നമ്മളുടെ 2 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെൽസ് തന്നെ പല ടൈപ്സ്, പല വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് സെൽസ് എടുക്കുകയാണെങ്കിൽ അത് പല വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അതിനെ 2 കാറ്റഗറിയിൽ എടുക്കാൻ പറ്റും, പ്രൈമറി സെൽസ് അതുപോലെ തന്നെ സെക്കൻഡറി സെൽസിന്. അപ്പോൾ നമ്മൾ 2ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ പിക്ചറിൽ കാണിച്ച ഇതുപോലത്തെ ടൈപ്പ് ഓഫ് സെൽസ് നമ്മളുടെ പ്രൈമറി സെൽസ് ആണ്. പക്ഷേ ഇതുപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇൻവേർട്ടറൊക്കെ ഇതുപോലത്തെയാണ്. ഈ ടൈപ്പാണ്, അതായത് ലെഡ് ആസിഡ് സെല്ലൊക്കെ വരുന്നത് എക്സാമ്പിളാണ് ഈ പറയുന്ന സെക്കൻഡറി സെൽസ് ആണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് മറ്റേ ഡ്രൈ സെൽസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അതായത് യൂസ് ആൻഡ് ത്രോ ആണ്. ആദ്യം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇത്ര ഡ്യൂറബിലിറ്റി ഉണ്ടാവും, ഒരു 1 years അല്ലെങ്കിൽ 6 months. ബട്ടൺ സെൽസ് ആണെങ്കിൽ അതിലും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും റീയൂസ് ചെയ്യാൻ പറ്റില്ല, അവയെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് ത്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം നമ്മളുടെ ഈ പറയുന്ന ലെഡ് ആസിഡ് കാർ ബാറ്ററിയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻവെർട്ടർ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും കുറച്ച് നേരം. അതായത് ബാറ്ററി ഇപ്പോൾ കാറിൻ്റെ ഡ്രെയിൻ ആവും, നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ നമ്മുടെ കാർ സ്റ്റാർട്ടാവില്ല. അപ്പോൾ മെക്കാനിക്ക് വന്ന് എന്ത് ചെയ്യും? റീചാർജ് ചെയ്യുവാണ് ചെയ്യുന്നത് ഈ ബാറ്ററീനെ കണ്ടീഷൻസിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനി വേറൊരു ടൈപ്പും കൂടിയുണ്ട്, ഫ്യൂവൽ സെൽസ് എന്ന്. അതായത് നമ്മുടെ ഈ ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ സാധനങ്ങൾ, ഏതാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഫ്യൂവൽസ് ഉണ്ടാവില്ലേ, ഹൈഡ്രജൻ, ഓക്സിജനൊക്കെ, ഇതൊക്കെ കമ്പഷനിലൂടെ, ആ കമ്പഷൻ വഴി, കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എലിമെൻറ്റ്സ് കത്തുപിടിക്കുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് കെമിസ്ട്രി പറയണത്. ഈ വസ്തുക്കളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് അതിൻ്റെ കമ്പഷൻ എനർജി യൂസ് ചെയ്ത് അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനിലൂടെ കറൻറ്റ് ജനറേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ അങ്ങനത്തെ സെൽസ്, അത് യൂസ് ചെയ്ത് കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. അതായത് കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്ന സെൽസിനെയാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, ലിഥിയം ബാറ്ററീസ് എന്ന് പറയുന്നത്. ലിഥിയം ബാറ്ററീസ് നിങ്ങൾക്ക് എന്തായാലും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല പഠിക്കാൻ, ഔട്ട് ഓഫ് സിലബസ് ആണ്, എക്സാമിനൊന്നും ചോദിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇനി ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ലിഥിയം അയോൺസിൻ്റെ ഫ്ലോ ഓഫ് ലിഥിയം അയോൺസ് ആണ് നമ്മൾക്കിവിടെ കറൻറ്റ് ജനറേറ്റ് ചെയ്യാൻ കാരണമാവുന്നത്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ 2ആയിട്ട് ഇത് യൂസ് ചെയ്യും. ഒന്ന് റിലീസ് ഓഫ് എനർജി ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾക്ക് സ്റ്റോറേജ് ഓഫ് എനർജിയും വരും. കാഥോഡിൻ്റെ സൈഡിൽ ലിഥിയം ഇപ്പോൾ ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണെങ്കിൽ അത് സ്റ്റോറേജ് ഓഫ് എനർജിക്കാണ് കാരണമാവുന്നത്. അതായത് നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈന്നാണ് എനർജീനെ ഇപ്പോൾ ഇടുന്നത്. ഇനി ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ്, നേരെ തിരിച്ചാണ് ലിഥിയം അയോൺസിൻ്റെ ഫ്ലോ എങ്കിൽ അത് നമ്മളുടെ റിലീസ് ഓഫ് എനർജിക്കാണ് കാരണമാവുന്നത്. സോ ഇത് 2 ലിഥിയം അയോൺ ബാറ്ററീസിൽ നടക്കുന്ന ഒരു കാര്യം.
അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി പഠിക്കുന്നത് ഗാൽവാനിക് സെല്ല്. ആ ഗാൽവാനിക് സെല്ലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിയാക്റ്റീവ് സീരീസ് എന്താണെന്ന് നോക്കി, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കണ്ടു, അത് കഴിഞ്ഞ് ഗാൽവാനിക് സെല്ല് കണ്ടു, ഒരു ഇലക്ട്രോ കെമിക്കൽസിൻ്റെ പാർട്സ്, അതായത് ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ ഇലക്ട്രോഡ്സ് എന്താണെന്ന് കണ്ടു, അതിനകത്ത് നടക്കുന്നത് ഓക്സിഡൈസേഷൻ റിഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താണ്, റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ ബാറ്ററീസ് നോക്കി, അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളിലേക്കും പറഞ്ഞു. സോ ഇത്രയും ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മെയിൻലി നമുക്ക് എക്സാംസിന് കണ്ട് പരിചയപ്പെടുന്നത് ഗാൽവാനിക് സെല്ലിൽ നിന്നോ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നിന്നോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിനകത്ത് കോപ്പർ, ഞാൻ തന്നേക്കുന്ന ഈ എക്സാമ്പിൾസാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ സെല്ല് വരച്ച് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. പേടിക്കാനൊന്നുമില്ല, ഇത്രയും സിമ്പിളായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ ഇങ്ങനെ അവസാനിക്കുകയാണ് ഈ സെഷനോട് കൂടി. ഇത്രയേ ഉള്ളൂ. താങ്ക്